എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ലൈറ്റ് രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 23 അവസാനിക്കും. വിദ്യാർത്ഥികൾ ലൈറ്റ് രജിസ്ട്രേഷൻ ചെയ്യും മുമ്പായിട്ട് അതത് കോളേജുകളിലെ വേക്കൻസി കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in/admission എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് ഇവിടെ റാങ്ക് ലിസ്റ്റ് ഫോർ എയ്ഡഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എയ്ഡഡ് പ്രോഗ്രാംസിലുള്ള വിദ്യാർത്ഥികൾ ഉണ്ട്, ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു ഏത് റാങ്ക് ലിസ്റ്റിലാണ് ഉള്ളത് അവിടെയുള്ള സീറ്റ് വേക്കൻസി നോക്കി അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത മനസ്സിലാക്കി ആ ഒരു കോളേജിൽ വിളിച്ച് ചോദിച്ച് അഡ്മിഷൻ കിട്ടുമെങ്കിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 18 തീയതി വരെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു അപേക്ഷയിലുള്ള തിരുത്തലുകളൊക്കെ വരുത്താവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതുമാണ്. സീറ്റ് വേക്കൻസി അറിയാനായിട്ട് സീറ്റ് വേക്കൻസി എന്നുള്ളിടത്തുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലെ വേക്കൻസിയാണോ നിങ്ങൾക്ക് നോക്കേണ്ടത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളേജിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതും ഏത് കോഴ്സിലാണ് വേക്കൻസി, ഏത് കാറ്റഗറി വിഭാഗത്തിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് വേക്കൻസി മനസ്സിലാക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അതത് കോളേജിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും, അതായത് അവിടെ വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങളെ അതായത് കോളേജിൽ നിന്നും നിങ്ങളോട് അഡ്മിഷൻ നേടാനായിട്ട് വരാനായിട്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് 23 തീയതി വൈകുന്നേരം 3 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിലെ ആ ഒരു ലൈറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് വഴി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാം. അതുപോലെ അപേക്ഷാ ഫീസ് SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 505 രൂപയാണ്, മറ്റുള്ളവർക്ക് 780 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അപേക്ഷയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ അതത് ഓപ്ഷൻ വെക്കുന്ന കോളേജുമായി കോൺടാക്റ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം മാത്രം ബാക്കി സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ളത് പ്രത്യേകം ഈ ഒരു സർക്കുലറിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് അടച്ച ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർത്തിയാകുകയുള്ളൂ എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ 15 തീയതി മുതൽ 18 തീയതി വരെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു ജൂലൈ 15 മുതൽ 18 തീയതി വരെ അനുവദിച്ച എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി അപേക്ഷ പൂർത്തീകരിക്കാത്തവർക്കും ഇന്നു മുതൽ, അതായത് ഈ ഒരു ലോഗിൻ ചെയ്ത് അപേക്ഷ പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കായിട്ട് അപേക്ഷയിലെ തിരുത്തലുകൾക്കുള്ള എഡിറ്റിംഗ് സൗകര്യവും സ്റ്റുഡൻറ്റ് ലോഗിനിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രസ്തുത ലിങ്കിലൂടെ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ, അതായത് മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെ വരുത്തേണ്ടതാണ്. നേരത്തെ അഫിലിയേറ്റഡ് കോളേജിൽ ലഭ്യമാക്കിയിട്ടുള്ള റാങ്ക് ലിസ്റ്റിലെ അപേക്ഷകരുടെ അഭാവത്തിൽ മാത്രമേ ലൈറ്റ് രജിസ്ട്രേഷൻ അപേക്ഷകരെ അതായത് മെറിറ്റ് അല്ലെങ്കിൽ സംവരണ സീറ്റുകളിലെ പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുള്ളൂ. ആയതിനാൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോളേജ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുമായി ബന്ധപ്പെട്ട ശേഷം മാത്രമേ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതുള്ളൂ. അതായത് പൂർത്തീകരിക്കുക, ആ ഒരു കോളേജിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഈ ഒരു രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിലെ കോഴ്സ് അല്ലെങ്കിൽ റിസർവേഷൻ എന്നിവ തിരിച്ചുള്ള സീറ്റ് വേക്കൻസി ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾക്ക് വേണ്ട കോളേജിൽ വേക്കൻസി ഉണ്ടോ, വേണ്ട കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കേണ്ടതാണ് കോളേജിൽ വിളിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ അവിടെ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് ആപ്ലിക്കേഷൻ പൂർത്തീകരിച്ച് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അഡ്മിഷൻ നേടുക. അപ്പോൾ ഇത് ഒരു അലോട്ട്മെൻറ്റ് രീതിയിലല്ല, ജസ്റ്റ് നിങ്ങൾക്ക്
സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ കിട്ടുമെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.